ഓടരുതമ്മ വാളറിയാം എന്ന ചിത്രത്തിലൂടെ എനിക്കൊരു മേജർ ബ്രേക്ക് നൽകിയത് സുരേഷാണ്. സുരേഷ് അങ്ങനെ ഒരുപാട് പേർക്ക് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. അവരുടെയൊക്കെ കരിയറിൽ ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള സ്നേഹം സുരേഷിന് തിരിച്ചു കിട്ടിയിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ പോലും സുരേഷിന് ഒരിക്കലും പരിഭവം മുഖത്ത് കാണാനില്ല. ഇതിനുള്ള ശക്തി എങ്ങനെയാണ് ലഭിച്ചത്? ദിവസവും രാവിലെ നടത്തുന്ന പ്രാർത്ഥനയിൽ നിന്നാണോ ഈ ശക്തി കിട്ടിയിരിക്കുന്നത്? തീർച്ചയായിട്ടും ഞാൻ ഒന്നും പ്രതീക്ഷിച്ചല്ല എന്നും ചെയ്യുന്നത്. ഞാനിപ്പം ആരെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ആരെങ്കിലും സഹായിക്കുമ്പോഴോ നമ്മൾ തിരിച്ച് ഒന്നും പ്രതീക്ഷിച്ച് ഒന്നും ചെയ്യാറില്ല. പ്രതീക്ഷിച്ച് ചെയ്ത് സമയമുണ്ടായിരുന്നു. പണ്ടൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഇവരൊക്കെ നമ്മളെ നാളെ ഉണ്ടാവും എന്ന് വിചാരിച്ചു. അത് കിട്ടിയില്ല എന്നുള്ളത് എനിക്ക് ഈ ജഗദീഷ് പറഞ്ഞ 100% കറക്റ്റാണ്. കിട്ടിയിട്ടില്ല എന്ന് പറയാം. അതുകൊണ്ട് ഞാൻ അവരുടെ അടുത്തൊന്നും പരിഭവം കാണിക്കാൻ പോകാറ്, മോൻ തിരിച്ച് കാണിക്കാനോ ഒന്നും പോയിട്ടില്ല. അത് ഒരു ഇത് വെച്ചിട്ട് തന്നെയാണ് ഞാൻ മുമ്പോട്ട് പോയിട്ടുള്ളത്. പിന്നെ ഞാൻ ഒരാളുടെയും അടുത്ത് നിന്നിട്ട് എൻ്റെ ഏറ്റവും വലിയ ഇതെന്ന് പറയുന്ന സുഹൃത്തുക്കളാണ്. പക്ഷേ ഈ സുഹൃത്തുക്കളെയൊക്കെ ഇവർ നമ്മുടെ ഈ സിനിമാ രംഗത്ത് അവർ വലുതാവുമ്പോഴും ആരുടെ അടുത്തൊന്നും പോയി ചിങ്കി അടിച്ച് നിൽക്കുന്ന പരിപാടിയൊന്നുമില്ല. പറയാനുള്ളത് ഞാൻ മുഖത്ത് നോക്കി പറയും. ആരുടെ അടുത്താണെങ്കിലും ഞാൻ പറയാം. അവരെന്ത് ഉദ്ദേശിച്ചാലും എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. അപ്പം എനിക്ക് പറയാനുള്ളത് ഞാൻ മുഖത്ത് നോക്കി പറയും. ശരി, ഒരു മിനിറ്റ്. എനിക്ക് വളരെ ബഹുമാനമുള്ള ഒരു സുഹൃത്താണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വളരെ അദ്ദേഹത്തിന് തന്നെ വിശ്വാസമുള്ള, പഠിച്ചിട്ട് മാത്രമേ അദ്ദേഹം പറയാറുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഈ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ സുരേഷ് പറയുന്ന കാര്യങ്ങളിലൊക്കെ വളരെ വസ്തുനിഷ്ഠമായ ഒരു പഠനം ഇതിന് പിന്നിലുണ്ട്. ഒരു സിനിമ നിർമ്മാതാവെന്ന നിലയിൽ ആ ഒരു പഠനത്തിൻ്റെ രഹസ്യം എന്താണ്? ഒരുപക്ഷെ സുരേഷ് വെട്ടിത്തുറന്ന് പറയാനുള്ള കാരണം ആ സാഹചര്യത്തെക്കുറിച്ച് വ്യക്തമായി പഠിക്കുന്നുണ്ടാകും. പക്ഷേ എങ്കിൽ പോലും സുരേഷ് ഒരു മനുഷ്യനാണല്ലോ. നമുക്കെല്ലാം പലതരത്തിലുള്ള ചിന്തകളും വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മുടെ നിയന്ത്രണത്തിൽ നിൽക്കണമെന്നില്ല. ഇല്ല, നമ്മൾ പ്രതീക്ഷിച്ച ഒരാൾ നമുക്ക് വേണ്ട രീതിയിൽ നമ്മളോട് പ്രതിക്രിയ ചെയ്യുന്നില്ല എന്നറിയുമ്പോൾ ഒരു മനസ്താപം ഉണ്ടാകുന്നില്ല. ഞാൻ പരിഭവിച്ചില്ല, പരാതിപ്പെട്ടില്ല, അവരോട് പകയുണ്ടാക്കിയില്ല എന്ന് പറഞ്ഞാൽ പോലും മനസ്സിൻ്റെ ഏതെങ്കിലും കോണിൽ അത് നാച്ചുറൽ കാണുമായിരിക്കാം. പക്ഷേ ഞാൻ അതൊന്നും ഒരിക്കലും പ്രകടിപ്പിക്കാറില്ല. അത് അങ്ങനെ പോയി എക്സ്പ്രസ് ചെയ്യാറില്ല. ഞാൻ പറഞ്ഞു പറയാനുള്ള തുറന്ന് പറയാം. അങ്ങനെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പല പ്രാവശ്യം ഞാൻ പ്രിയനുമായിട്ട് വഴക്കിട്ടിട്ടുള്ളത് പല സമയത്തും എൻ്റെ പല സുഹൃത്തുക്കളുമായിട്ട്. ഇപ്പം ഈ പറയുന്ന MG ശ്രീകുമാറുമായിട്ട് ഞാൻ വഴക്കിട്ടിട്ടുണ്ട്, മണിയമ്പിള്ള രാജുവായിട്ട് വഴക്കിട്ടിട്ടുണ്ട്, പ്രിയനുമായിട്ട് വഴക്കിട്ടിട്ടുണ്ട്, ലാലുമായിട്ട് വഴക്കിട്ടിട്ടുണ്ട്, മമ്മൂട്ടിയായിട്ട് വഴക്കിട്ടിട്ടുണ്ട്, എല്ലാവരും സുരേഷ് ഗോപിയായിട്ട് വഴക്കിട്ടിട്ടുണ്ട്. എല്ലാവരുമായിട്ട് ആ സൗഹൃദം ഇപ്പോഴും എല്ലാവരുമായിട്ട് വഴക്കുണ്ട്, ഇണങ്ങിയും പിണങ്ങിയും തന്നെ. പക്ഷെ ശാശ്വതമായിട്ട് ഒരു സൗഹൃദത്തിന് വേണ്ടി സുരേഷ് നിലകൊള്ളുകയും ചെയ്തു. തീർച്ചയായിട്ടും അതിപ്പോഴും ഉണ്ടല്ലോ എല്ലാവരുമായിട്ട്.